കേരളമല്ലേ, ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമല്ലേ, നമുക്ക് സ്ഥലം അക്യൂർ ചെയ്യാൻ ഒത്തിരി പ്രയാസമാണ്, പാടാണ്. കമോൺ, സ്ഥലം അക്യൂർ ചെയ്യാൻ അതിന് ഈ പറഞ്ഞ പോലെ കോമ്പൻസേഷൻ കൊടുത്തിട്ട് നല്ല രീതിയിലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി. പണ്ടൊക്കെ ഈ ഈ തെക്ക് വടക്ക് ഹൈവേ വരുന്ന സമയത്ത് എല്ലാവരും എതിർത്ത് എന്ത് എതിർപ്പായിരുന്നു പണ്ട് വരാൻ നേരം. ഇപ്പം അടിപൊളിയായിട്ട് സ്ഥലമൊക്കെ എടുത്ത് എന്തെങ്കിലും എതിർപ്പുണ്ടോ ആറിനും ഭാഗത്തുനിന്ന്? ഓരോ പറമ്പിന് മാത്രമല്ല, പറമ്പിൽ നിൽക്കുന്ന മരത്തിനും ചെടിക്കും വരെ കാശ് കൊടുത്തിട്ടാണ് സ്ഥലം എടുത്തിരിക്കുന്നത്. അങ്ങനെ ജനങ്ങളെ ഹാപ്പി ആക്കി കഴിഞ്ഞാൽ സ്ഥലം എടുക്കുന്നതിന് ഒരു പാടുമില്ല. അല്ല, അത് യഥാർത്ഥത്തിൽ അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിനോടാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു പുഷ് വന്നത് സോണിയാഗാന്ധിയിൽ നിന്നാണ്. നിതിൻ ഗഡ്കരിക്ക് കൊടുക്കൂലല്ലേ? എന്നാലും അല്ലേ, അത് ഫാക്ട്സ് ആണല്ലോ. അത് പറയാൻ ഞാൻ അതിൻ്റെ ഒരു ബേസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ മേലാണ് നിതിൻ ഗഡ്കരി ഇപ്പം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ 2013 ഇന്ത്യയിൽ പാസ്സാക്കിയ ഈ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെൻറ്റ് ആക്ട് എന്നൊക്കെ പറയുന്നുള്ള ഒരു നിയമമുണ്ട്. അതായത് വളരെ മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ലാൻഡ് അക്വിസിഷൻ ആക്ട് ഉണ്ട്, അതിൻ്റെ ഭേദഗതിയാണ്. അപ്പോൾ അതിലൂടെയാണ് ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്ന സാധനം അല്പമെങ്കിലും ഒരു ന്യായമുള്ള കോമ്പൻസേഷൻ ആവുന്നത്. ഒരു മാർക്കറ്റ് വില, പിന്നെ അതിൻ്റെ ഒരു അത്രയ്ക്കത്ര സൊലേഷ്യം, പിന്നെ ഈ പറഞ്ഞ പോലെ മരങ്ങൾക്ക്, ബിൽഡിങ്ങുകൾക്ക്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും എല്ലാം വില നിശ്ചയിച്ച് ഇപ്പം തിരുവനന്തപുരത്തും ഒക്കെ പല സ്ഥലങ്ങളിൽ ടൗണിലൊക്കെ എടുക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ 1.5 സെൻറ്റ് സ്ഥലം പോയപ്പോൾ 60 ലക്ഷമായിട്ട് പുള്ളിക്കാരൻ കിട്ടി. അവർ ഹാപ്പിയാണ്. ഇപ്പം അതുകൊണ്ട് തന്നെ പലരും ഇപ്പം പണ്ടൊക്കെ എൻ്റെ ഇത്ര എടുത്താൽ മതി, ബാക്കി അവിടെ ഇട്ടേക്ക് എന്ന് പറയുന്ന ആളുകൾ കുറച്ചുകൂടെ എടുത്തോന്ന് വേണമെങ്കിൽ പറയും. കാരണം ബാക്കി ചിലപ്പോൾ ഉണ്ടാവുന്നത് ഒരു 2-3 സെന്റ് ബാക്കിയാണ് സിറ്റിയിലൊക്കെ. ആകെ 5 സെന്റിൽ 3 സെന്റ് എടുക്കും, ബാക്കി 2 സെന്റ് ഉണ്ടാവും. അതിന് പിന്നെ ഓഫ് സെറ്റ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് കൂടി എടുത്തു പോവുകയാണ് നല്ലത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അപ്പം അതാണ് യഥാർത്ഥത്തിൽ ഈ ഹൈവേ ഡെവലപ്മെന്റിനെ സാധ്യമാക്കിയത്. 2013 ഈ നിയമ ഭേദഗതി വരുന്നത്. അതിൻ്റെ പിന്നെ നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള സപ്ലിമെൻ്ററി ഇതൊക്കെ വരും, ലെജിസ്ലേഷനൊക്കെ വരും. അപ്പോൾ അതൊക്കെ വന്ന് അതിൻ്റെ ചട്ടങ്ങളൊക്കെ ആയത് 2014 കൂടിയാണ്, 15 കൂടിയാണ്. അപ്പോഴേക്കും ഗവൺമെൻറ് മാറി, ഈ പറഞ്ഞ നിതിൻ ഗഡ്കരിയൊക്കെ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്ത്യ മുഴുവൻ ഭൂമി ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഏതായാലും അതിപ്പം ഒരു നോമായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള കോമ്പൻസേഷൻ കൃത്യമായിട്ട് ഫിക്സ് ചെയ്താൽ മതി.